സ്വഹാബത്ത് അല്ലാഹുവിന്റെ മുത്തുനബിയുടെ വ്യക്തി ജീവിതം അറിയാൻ കൊതിക്കുന്നു, അവിടുത്തെ സ്വകാര്യതകൾ അറിയാൻ കൊതിക്കുന്നു. അത് പള്ളിയിൽ നിന്ന് കിട്ടൂല. പള്ളിയിൽ വരുമ്പോഴുള്ള മുഹമ്മദ് നബിയെ വ്യക്തമായിട്ട് അവർക്കറിയാം. മദീന പള്ളിക്കകത്ത് പതിറ്റാണ്ടുകളോളം ആ നേതാവിനെ അറിഞ്ഞവരാണവർ. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ മുത്തുനബി വഫാത്താകുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ ഭാര്യമാരോടുള്ള പെരുമാറ്റവും വീട്ടിന്റെ ഉള്ളറയിൽ നബിയുടെ രാത്രി എങ്ങനെയായിരുന്നു, നബിയുടെ പകലുകൾ എങ്ങനെയായിരുന്നു, ഇതറിയാ സ്വഹാബത്ത് കൊതിക്കുന്നു. സ്വഹാബത്തിന്റെ മഹത്വം. അവരങ്ങനെ അറിഞ്ഞ് നബിയെ പഠിക്കാൻ തയ്യാറായില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ വ്യക്തമായി ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകളും നിയമങ്ങളും കിട്ടില്ലായിരുന്നു. റളിയല്ലാഹു അൻഹും അജ്മഈൻ. വലിയ സ്ഥാനമുള്ളവർ അവരല്ലേ, അവരാ കഷ്ടപ്പെട്ടതിന്റെ ബലമല്ലേ ഇത് കംപ്ലീറ്റ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ അവര് ചിന്തിച്ചു മുഹമ്മദ് നബിയുടെ രാത്രികൾ അറിയണം, പകലുകൾ അറിയണം, വ്യക്തിജീവിതം അറിയണം. അതിനെന്താ മാർഗം? നബിയുടെ ഭാര്യമാരെ സമീപിക്കാം. ആ ഭാര്യമാരെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധികൂർമ്മതയുള്ള നബിയോട് ഏറ്റവും ഒട്ടി നിൽക്കുന്നത് ആയിഷ ബീവിയാണ്. അതുകൊണ്ട് ആയിഷ ഉമ്മയെ സമീപിക്കാമെന്ന് കരുതി സ്വഹാബത്തിലെ പ്രമുഖര് അല്ലാഹുവിന്റെ മുത്തുനബി വഫാത്താകുന്നതിന് മുമ്പ് തന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ സമീപിക്കുന്നു. എന്നിട്ട് ചോദിച്ചു, ഉമ്മാ, നിങ്ങളെ ഭർത്താവാകുന്ന ലോകത്തിന്റെ നേതാവിന്റെ രാത്രികളൊന്ന് വിവരിച്ചു തരുമോ? നിങ്ങളെ ഭർത്താവിന്റെ പകലുകൾ ഒന്ന് വിവരിച്ചു തരുമോ? അപ്പൊ സ്വഹാബത്തിന്റെ ചിന്ത, മുത്തുനബിയല്ലേ ഏറ്റവും വലിയ തഖ്വയുള്ളവര്. അതുകൊണ്ട് തന്നെ ഇശാ നിസ്കരിച്ചിട്ട് അല്ലാഹുവിന്റെ മുത്തുനബി വീട്ടിലെത്തിയാൽ വെളുക്കുവോളം നിസ്കരിക്കലായിരിക്കും എന്നാണ് അവര് ധരിച്ചത്.